ഹലോ ഹായ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്യാനായിട്ടുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ ഇട്ടു, അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും, അതിനുശേഷം അരിഞ്ഞു വെച്ച ഉള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുന്നുണ്ട്. ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് സോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിനൊരു കളർ ചേഞ്ച് വരും. അതിൻ്റെ ഇടയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആദ്യമേ ഇടാൻ മറന്നു, അതുകൊണ്ട് നമ്മളിത് ഇപ്പം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ഞാൻ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാണ്. അടച്ച് വെക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് നേരം കൂടി നന്നായിട്ട് സോട്ട് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒത്തിരി നേരം ഗ്യാസിൽ വെക്കരുത്, എങ്കിൽ ഇത് ചീത്താവും. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ അമ്മയാണ് വന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കൊള്ളാം, അടിപൊളി എന്ന് പറഞ്ഞു. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച മുട്ടയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈസി റെസിപ്പിയായ അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഗോതമ്പ് പുട്ടാണേ, അത് ഇവിടെ അമ്മ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മൾ ഈ മുട്ടക്കറി അങ്ങ് സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് അമ്മൂമ്മയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അതെ, അമ്മ മുട്ടക്കറിയൊക്കെ എടുത്ത് അമ്മൂമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കുവാണേ. അങ്ങനെ അമ്മൂമ്മ കഴിക്കുകയാണേ. അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടി എടുക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിന്നർ എന്തായിരുന്നു എന്നുള്ളത് പറയണേ. എനിക്കിവിടെ അടിപൊളി ഗോതമ്പ് പുട്ടും ഞാൻ തന്നെ ഉണ്ടാക്കിയ മുട്ടക്കറിയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സീ ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.